നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് നമ്മൾ തുടർച്ചയായിട്ട് വൈറ്റ് ബ്രെഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് കാണേണ്ട ഒരു വീഡിയോ ആണ്. ചില കുട്ടികൾക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബ്രെഡ് വേറെ എന്തെങ്കിലും ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ടോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബ്രെഡ് കഴിക്കുന്ന കുട്ടികൾ കാണും. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ്, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കുന്ന ഒന്നും അല്ല ബ്രെഡ് എന്നുള്ളത്. ഓവർ ഈറ്റിങ്ങിന് നമുക്ക് ടെൻഡൻസി തരുന്നതാണ്, വിശപ്പ് കൂട്ടുന്നതാണ്, ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ ഒട്ടും നല്ലതല്ല. കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബ്രെഡ് കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ റൊട്ടി ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് സ്റ്റാർച്ച് ഇതിനകത്ത് കൂടുതലാണ്, ഫൈബർ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ വയറ്റിൽ ഗ്യാസ്, ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, ആസിഡ് റിഫ്ലക്സ് പോലെ, ഇപ്പം നെഞ്ചരിച്ചിൽ പോലത്തെ അല്ലെങ്കിൽ പുളിച്ചു തകട്ടി വരുന്നത് പോലെ കുട്ടിക്ക് ഡൈജഷൻ ഒട്ടും ശരിയല്ല, വയറ്റിൽ നിന്ന് പോകുന്ന കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ബ്രെഡ് വരുത്തുന്നതാണ്. പ്രധാനമായിട്ടും ഈ ബ്രെഡ് കഴിച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുട്ടിക്ക് ഗ്ലൂട്ടിൻ അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും അതുപോലെ കുടൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ സമ്പുഷ്ടമാക്കുന്ന, ശരീരത്തിന് ആവശ്യമായ, കുട്ടികൾക്ക് വേണ്ട ഒരു വിറ്റമിൻസോ മിനറൽസോ ഈ ബ്രെഡിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അത് ഒരു നേരത്തെ ഒരു മെയിൻ കോഴ്സ് ഫുഡായിട്ട് കൊടുക്കാൻ ഒരിക്കലും പറ്റുന്നതല്ല. കുട്ടിക്ക് ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ബ്രെഡ് വളരെ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ബ്രെഡിൽ ബാക്ടീരിയൽ ആൻഡ് മൈക്രോബിയൽ ഗ്രോത്ത് വളരെ കറക്റ്റായിട്ടല്ല പ്രിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊരു പുളിപ്പിച്ചുണ്ടാക്കുന്ന ഫുഡാണ്. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവാം, ഇപ്പോൾ ഒരു 4-5 ദിവസം, പക്ഷേ അല്ലെങ്കിൽ ഒരു 10 ദിവസം. ഇത് പുറത്താണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ബാക്ടീരിയൽ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് വയറിന് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ബ്രെഡ് കുട്ടികൾക്ക് ഒട്ടും നല്ലൊരു ഫുഡായിട്ട് ഞാൻ പറയില്ല ബ്രെഡ്. അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫുഡ് ബ്രെഡായിരിക്കണം, കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്തായിരിക്കണം. 4-5 ദിവസത്തേക്ക് കറക്റ്റ് സൂക്ഷിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന വൈറ്റ് ബ്രെഡ് ഒരിക്കലും കുട്ടികൾക്ക് നല്ലതല്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.